പോലീസിനെ സംബന്ധിച്ച് ഒരു കൺഫെഷൻ എന്ന രീതിയിൽ ജി സുധാകരൻ നടത്തിയൊരു പ്രസ്താവനയാണ് മുന്നിലുള്ളത്. അതിൽ ശബ്ദിക്കുന്ന വീഡിയോ ദൃശ്യമായി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. പക്ഷേ ആ ഒരു പ്രസ്താവനയിൽ പിന്നീട് അദ്ദേഹം മലക്കമറിയുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ പ്രധാനമായും ഈ വിഷയം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ഒരു ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ചു എന്ന വസ്തുതയും ഒരു പരാമർശവും, അതിനപ്പുറത്തേക്ക് രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ബാലറ്റ് പൊട്ടിച്ചെന്ന പ്രസ്താവനയും വരുമ്പോൾ എന്തൊക്കെ തുടർ നടപടികളായിരിക്കും പോലീസിന് ഈ കേസുമായി മുന്നോട്ട് കൊണ്ടുപോകാനാവുക? നേരത്തെ മനീഷ് പറഞ്ഞു വച്ചതുപോലെ തന്നെ വർഷങ്ങൾ മുമ്പുള്ള സംഭവമാണ്. തെളിവ് ശേഖരണം അങ്ങേയറ്റം ദുഷ്കരമായിരിക്കും. പോലീസിന് മുന്നിൽ ഈ കേസിൽ കൃത്യമായി ജി സുധാകരനെ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ ജി സുധാകരന് പ്രതികൂലമായ തെളിവുകൾ ശേഖരിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് മുന്നിലുള്ള വഴികൾ ഇനി അതെന്തായിരിക്കും? സുഹേൽ, ഇത് സംബന്ധിച്ച് പോലീസിന് ഇനി ചെയ്യാവുന്നത് മൊഴി ശേഖരണമാണ്. ഇത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന വരണാധികാരികൾ, ഉദ്യോഗസ്ഥർ, ആ സമയത്തെ വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന പാർലമെന്ററി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ തുടങ്ങിയ ആളുകളെയൊക്കെ തന്നെ പോലീസിനെ വീണ്ടും കണ്ട് മൊഴിയെടുക്കേണ്ടി വരും. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുവരെ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇനി ഉണ്ണിയുള്ളവർ തന്നെ ആകട്ടെ പലർക്കും ഓർമ്മയില്ല. ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടി ആ സമയത്ത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പരാതിയോ അല്ലെങ്കിൽ മാധ്യമ വാർത്തയോ പോലീസ് കേസോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും എവിടെയും ഉണ്ടായിട്ടില്ല. ആലപ്പുഴ പാർലമെന്റിൽ അന്ന് ലോക്സഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ബൂത്തിൽ പോലും മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ കള്ളവോട്ടെന്ന ആരോപണമോ, കള്ളവോട്ടിന് വേണ്ടി പണം മുടക്കിയെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ബൂത്തിൽ സമയം കൂടുതൽ നൽകിയെന്നോ കുറവ് നൽകിയെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തപാൽ ഈ പോസ്റ്റൽ വോട്ട് ലഭിച്ചതിലെ കാലതാമസമോ മറ്റെന്തെങ്കിലും കേടുപാടുകൾ ഈ തപാൽ വോട്ടിൽ ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നാണ് നിലവിൽ പ്രാഥമികമായി പോലീസ് അന്വേഷിക്കുമ്പോൾ ലഭ്യമാകുന്നത്. ഇനി അതല്ല, ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം അന്ന് നിലനിന്നിരുന്നു എന്ന് കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്തെ 3 സ്ഥാനാർത്ഥികൾ, അതിലൊരു ഒരു സ്ഥാനാർത്ഥി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് CPM-ന്റെ സ്ഥാനാർത്ഥി തന്നെ വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഒരു അറിവ് തനിക്ക് ലഭിച്ചിട്ടില്ല, അത് സുധാകരൻ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പോലും അറിയില്ല. ജി സുധാകരൻ അല്ലാതെ മറ്റൊരാളും ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞിട്ടില്ല. ഇനി സുധാകരൻ ഇതിനെ സാധൂകരിക്കുന്നതിനെ ഇതിനെ മറ്റൊരു രീതിയിൽ വിശദീകരിക്കുന്നത് താനത് ഈ സർവീസ് സംഘടനകളുടെ വോട്ടുകൾ കൃത്യമായി പാർട്ടിക്ക് ലഭിക്കുന്നില്ല, അതായത് പാർട്ടിക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട്. അതായത് നിങ്ങൾ നൽകുന്ന തപാൽ വോട്ടുകൾ കൃത്യമായി പാർട്ടി അത് പൊട്ടിച്ച് പരിശോധിച്ച് അത് നിങ്ങൾ വോട്ട് ചെയ്യുന്ന CPM-ന്റെ സ്ഥാനാർത്ഥിക്കല്ലെങ്കിൽ അത് തിരുത്തി ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് അത് അവരെ പേടിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു ജാഗ്രത കൊടുക്കാൻ വേണ്ടി, അതായത് നിങ്ങൾ ചെയ്യുന്ന വോട്ടുകളെല്ലാം പാർട്ടിക്ക് തന്നെയാണോ എന്ന് പാർട്ടിക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി താൻ ഭാവന കലർത്തി പറഞ്ഞതാണെന്നുള്ള വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട്. പക്ഷേ സാങ്കേതികമായി അദ്ദേഹം ആദ്യം നൽകിയ പ്രസംഗത്തിലെ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നതമായ നിയമന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണ്. അത് 1951 ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 4 പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്താവുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായി പോലീസിന് ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാതിരിക്കാനുള്ള സാങ്കേതികത്വമില്ല. പക്ഷേ തുടരന്വേഷണത്തെ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വമാണ് പോലീസിന് മുന്നിലുള്ളത്. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടതിന് പിന്നാലെ തഹസിൽദാരുടെ നേതൃത്വത്തിൽ ജി സുധാകരന്റെ മൊഴിയൊക്കെ എടുത്തിരുന്നു. ഇപ്പോൾ ഒരു FIR ഒക്കെ ഇട്ട് രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് IPC വകുപ്പുകൾ വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് IPC അടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ജനപ്രാതിനിധ്യ ആക്ടും ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടതില്ലേ? നിലവിൽ ഒരു കൺഫെഷൻ എന്ന രീതിയിൽ, ശബ്ദിക്കുന്ന രീതിയിൽ ഒരു തെളിവ് അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുഹേൽ, നേരത്തെ തന്നെ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥരൻ തന്നെയാണ് ജി സുധാകരനെ വീട്ടിലെത്തി നേരിട്ടെത്തി മൊഴി എടുത്തിട്ടുള്ളത്. ഇനി അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യണമെങ്കിൽ പോലീസിന്റെ പക്കൽ മറ്റെന്തെങ്കിലും തെളിവുകൾ വേണം. അല്ലാത്ത പക്ഷം ജി സുധാകരനെ ചോദ്യം ചെയ്യേണ്ട കാര്യം നിലവിൽ പോലീസിനില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗം അത് റെക്കോർഡിക്കലാണ്. ആ റെക്കോർഡിക്കലായിട്ടുള്ള പ്രസംഗം അത് ആലപ്പുഴ ലിയോ 13 സ്കൂളിൽ നടന്ന NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന നേതാക്കളെ ആദരിക്കുന്ന ഒരു പരിപാടിയിൽ നടന്നതാണ്. അതിനെ സംബന്ധിച്ച് റെക്കോർഡ് കൃത്യമായ പോലീസിന്റെ കയ്യിലുണ്ട്. ഇനി അതിനെ സംബന്ധിച്ച് എന്താണ് വിശദീകരണം, ഏത് സാഹചര്യത്തിലാണെന്ന് നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങളാണ് ജി സുധാകരനോട് ചോദിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചെയ്യലിന്റെ സാഹചര്യം നിലവിലുണ്ടോ എന്ന് പോലീസ് വ്യക്തമാക്കുന്നില്ല. പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉടനെയൊന്നും അങ്ങനെയുള്ള നടപടികളൊന്നും കടക്കുകയില്ല. കാരണം അതിനുള്ള തെളിവുകളൊന്നും പോലീസിന് ലഭ്യമായിട്ടില്ല. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്താലൊന്നും ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമ കാര്യങ്ങൾ പോലീസിന്റെ പക്കലില്ല. ഇനി നിയമ വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒരു വശത്ത് നടക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുന്ന വലിയ ഒരു കോളിളക്കമുണ്ട്.
കാരണം ഈ ജി സുധാകരൻ ആലപ്പുഴ ജില്ലയിലടക്കം സംസ്ഥാനത്ത് 50 വർഷത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന്റെ ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ തന്നെ മുന്നണി പോരാളിയായി അമരക്കാരനായി നിന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെ ഇങ്ങനെ ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു അവമതിപ്പ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇന്നോളം ലഭിച്ചിട്ടുള്ള വോട്ടുകൾ അതിലൊക്കെ തന്നെ കൃത്രിമം ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണ അത് പരത്തുമെന്നുള്ളൊരു കാര്യം പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി ആദ്യഘട്ടത്തിൽ തന്നെ ജി സുധാകരനെ തള്ളിപ്പറഞ്ഞു. ഇനി എന്താണ് പാർട്ടിയുടെ നിലപാട്, ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ നിലപാട് എന്താണ്? പാർട്ടി ആദ്യം തന്നെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കിയെങ്കിൽ കൂടി സുധാകരൻ നടത്തിയത് കൃത്യമായ അച്ചടക്ക ലംഘനം കൂടിയാണ്. കാരണം സുധാകരൻ ഇപ്പോഴും പാർട്ടി അംഗമാണ്, ജില്ലാ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് അംഗമാണ് അദ്ദേഹം. അഭിഭാഷകരുടെ ഒരു ഫ്രാക്ഷനിലാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ കമ്മിറ്റിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത അച്ചടക്ക ലംഘനമാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. സംസ്ഥാന കമ്മിറ്റി അംഗമായി ഉണ്ടായിരുന്ന 2-3 തവണ മന്ത്രിയായിട്ടുണ്ടായിരുന്ന, പലതവണ MLA ആയിരുന്ന, പാർട്ടി ഇപ്പോൾ അംഗമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായി പാർട്ടി അതിനെ കണക്കാക്കും. അങ്ങനെയെങ്കിൽ ഇതിനു മുൻപും ജി സുധാകരൻ നടത്തിയ പല തരത്തിലുള്ള വെളിപ്പെടുത്തലും അല്ലെങ്കിൽ പരാമർശങ്ങളും പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. നേരത്തെ ഇപ്പോഴത്തെ CPI-യുടെ ജില്ലാ സെക്രട്ടറി ആഞ്ചലോസ് CPM-ന്റെ അംഗമായിരുന്നു, CPM-ന്റെ നേതാവായിരുന്നു. അദ്ദേഹത്തെ CPM-ൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയെന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം ഒരു CPI വേദി വെച്ച് മാസങ്ങൾ മുമ്പ് തന്നെ നടത്തിയിരുന്നു. അതും പാർട്ടി അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. ജി സുധാകരന്റെ പല വേദികളിൽ നടക്കുന്ന പ്രസംഗങ്ങളും കൃത്യമായി പാർട്ടി അതിനെ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന പ്രസംഗത്തിലും ആദ്യം നേതാക്കൾ മൗനം പാലിച്ചെങ്കിലും കൃത്യമായി പ്രസംഗം ജി സുധാകരന്റെ പ്രസംഗം പഠിച്ച ശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പല ന്യൂനതകളും പ്രശ്നങ്ങളും തുറന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ പൂർണ്ണമായും പാർട്ടി നേതാക്കൾ തള്ളിക്കൊണ്ടുവരുന്നത്. ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ജി സുധാകരനെ പരാമർശത്തിൽ കേസെടുത്ത സാഹചര്യത്തിൽ എന്തൊക്കെ നടപടികൾ, ഇനി ജി സുധാകരന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നൊരു വാർത്ത കൂടി അല്ലെങ്കിൽ സൂചന കൂടി ലഭിച്ചേക്കാം. പക്ഷെ അത്തരത്തിലുള്ള സാധ്യതകൾ എന്തൊക്കെയായിരിക്കാം എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇനി പോലീസിന്റെ നടപടി ആലപ്പുഴ സൗത്ത് CA ശ്രീജിത്തിനാണ് ഇത് സംബന്ധിച്ചുള്ള കേസ് അന്വേഷണ ചുമതലയുള്ളത്. നിയമ ഉപദേശം തന്നെ ലഭിച്ചത് 1 ദിവസത്തോളം സമയമെടുത്താണ്. കാരണം ഇത് സംബന്ധിച്ചുള്ള ഏതൊക്കെ വകുപ്പുകൾ ചുമത്താം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ച ശേഷമാണ് കൃത്യമായി പോലീസ് ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തത്. ഇനി അതിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇനി പോലീസ് മേധാവി തന്നെ, ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ജില്ലയിലെ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ കൂടി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട്. അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഈ കേസിന്റെ ഭാവിയെ സംബന്ധിച്ചും അതിന്റെ മറ്റ് നടപടികളെ സംബന്ധിച്ചും നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ജി സുധാകരൻ നിലവിൽ ആലപ്പുഴയിലെ പുന്നപ്രയിലെ വീട്ടിലല്ല, അദ്ദേഹം രാവിലെ തന്നെ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറിയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ദൂരയാത്ര പോയത് കൊണ്ട് താൻ ഗസ്റ്റ് ഹൗസിൽ അങ്ങനെയുള്ള ദിവസങ്ങൾ വന്ന് താമസിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിവരം അദ്ദേഹം ജില്ലാ കളക്ടറെ അറിയിച്ചിരുന്നു. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ താൻ ഗസ്റ്റ് ഹൗസിലാണുള്ളത് എന്ന കാര്യം അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്താണെങ്കിലും വരുന്ന മണിക്കൂറിൽ തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ജി സുധാകരന്റെ പ്രതികരണം ഉണ്ടാകും. ഒട്ടും ഭയക്കുന്നില്ല, താൻ ആരെയും കൊലപ്പെടുത്തിയ വിഷയമല്ലല്ലോ, അതുകൊണ്ട് തന്നെ താൻ ഇതിൽ ഭയപ്പെടുന്നില്ല. ഇതിനു മുൻപും തന്റെ പ്രസംഗത്തിൽ തനിക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുള്ളതാണ് എന്നാണ് ജി സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി വരുന്ന മണിക്കൂറിൽ ജി സുധാകരന്റെയും ഒപ്പം തന്നെ പാർട്ടി നേതാക്കളുടെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ തന്നെ പ്രതികരണങ്ങളാണ് തേടേണ്ടത്.